ഹോർമുസ് കടലിടുക്കിൻ്റെ വിഷയത്തിൽ വീണ്ടും അമേരിക്കയും ഇസ്രായേലും ഇറാനും കൂടി വളരെ രൂക്ഷമായിട്ടുള്ള വാക്പോരാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അച്ചടക്കപരമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ അബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ തകർക്കുമെന്ന റിപ്പോർട്ട് കൂടി അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. എന്നാൽ അതൊക്കെ കേട്ട് തയമ്പിച്ച് ഇറാൻ ഭരണകൂടം പറയുന്നു, നിങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ പാലങ്ങൾ തകർത്തു, റെയിൽവേ പാലങ്ങൾ തകർത്തു, അതേപോലെ അടിസ്ഥാനപരമായിട്ട് സിവിലിയൻസ് ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ തകർത്തിട്ടുണ്ട്. ഇനി കൂടുതൽ വർത്തമാനങ്ങളൊന്നും വേണ്ട, പരിഹാസങ്ങളും വേണ്ട, നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതാണ്. അതിന് തിരിച്ചടി ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അഥവാ ഇപ്പോൾ ഒന്ന് തിരിച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ 3 രാജ്യങ്ങൾക്കും തിരിച്ചടി ഭാഗിച്ച് നൽകുമെന്ന് അബ്ബാസ് അറാച്കിയുടെ വക്താവ് പറയുകയും ചെയ്യുന്നു. അതിൽ ഏതൊക്കെ രാജ്യങ്ങളാണ്? ഒന്ന് കുവൈറ്റാണ്, മറ്റൊന്ന് ബഹ്റൈൻ, മറ്റൊന്ന് UAE ആണ്. ഈ 3 രാജ്യങ്ങളും അവരുടെ പാലങ്ങൾ തകർക്കാനും റെയിൽവേ ട്രാക്കുകൾ തകർക്കാനും വേണ്ടി സഹായിച്ചു, അല്ലെങ്കിൽ ആക്രമണത്തിൽ പങ്കെടുത്തു എന്നാണ് ഇറാൻ വാദിക്കുന്നത്. അവിടുത്തെ ഒഫീഷ്യലായിട്ട് ഇറങ്ങുന്ന പത്രമാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇനി നമ്മൾ തിരിച്ചടിക്കാനുള്ള സമയമാണ്. അതിൻ്റെ സമയമാകുമ്പോൾ അതാത് രാജ്യങ്ങൾ അത് വളരെ കൂടുതൽ അപകടപ്പെടുത്തുന്ന രൂപത്തിൽ കിട്ടുകയും ചെയ്യുമെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും കേട്ടിട്ട് ട്രംപോ അല്ലെങ്കിൽ അമേരിക്കയുടെ സിൽബന്ധികളായിട്ടുള്ള ഈ രാജ്യങ്ങളോ GCC രാജ്യങ്ങളോ ഒന്നും പറയാതെ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലെ കളികൾ എന്താണെന്നുള്ളതാണ് നമുക്കൊക്കെ ഒരു ആശങ്കയുള്ളത്. കാരണം അമേരിക്കയും ഇസ്രായേലും അവിടെ ഉണ്ടായിരിക്കും. ഈ രാജ്യത്ത് നിന്ന് അഥവാ GCC രാജ്യത്ത് നിന്ന് ആക്രമിക്കാൻ മാത്രം തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് വ്യക്തമാകുന്നൊരു കാര്യം. ഇസ്രായേലിൽ നിന്നൊരു ഇറാൻ ആക്രമിക്കാൻ വേണ്ടി ഒരുമ്പിട്ടിറങ്ങിയാൽ ഇസ്രായേലിനെ വളരെ വലിയ രൂപത്തിൽ ആക്രമിച്ച് അപകടപ്പെടുത്തുമെന്നുള്ളത് ഉറപ്പാണ്. ആ ഇസ്രായേലിന് കിട്ടുന്ന അടി തികച്ചും അമേരിക്കയ്ക്ക് കിട്ടുന്നത് പോലെ ആവുകയും ചെയ്യും. അതുകൊണ്ട് ആ പരിക്ക് ഏതായാലും തടുക്കാൻ കഴിയില്ല, സഹിക്കാൻ കഴിയില്ല. അതിനേക്കാൾ നല്ലത് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും സുഖകരമായിട്ടുള്ള ഒരു മേച്ചിൽപ്പുറമുണ്ട്. GCC രാജ്യങ്ങളെ കൊണ്ട് ഇറാൻ അടുപ്പിക്കുക, തിരിച്ച് ഇറാൻ എന്ത് ചെയ്തോളും? അവിടെ തന്നെ കൊടുത്തോളും. കാരണം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് വളരെ എളുപ്പമുള്ള മേഖല ഏതാ? അവിടെ തിരിച്ചടിക്കുക, അവിടെ തകർക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ വലിയ തടികേടാകാതെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുമെന്നതാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും അറബികൾ ആ വിഷയത്തിൽ മിണ്ടാട്ടമില്ല. കാരണം മറ്റൊന്നുമല്ല, അവർക്ക് എപ്സ്റ്റൈൻ ഫയലിൽ മുട്ടയിട്ടിരുന്നത് കൊണ്ട് തന്നെ, അടയിരുന്നത് കൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ മിണ്ടാതിരിക്കാനേ കഴിയുള്ളൂ. കാര്യങ്ങളൊക്കെ അത്രയും അപകടത്തിലാണ് അവരുടെ ഭാവി എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. ആ ഒരു അവസരമാണ് ട്രംപ് ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 3 രാജ്യങ്ങൾ ഹിറ്റ് ലിസ്റ്റിലാണ്. ഇറാൻ്റെ ആക്രമണം എപ്പം നടക്കുമെന്നതിനെക്കുറിച്ചാണ് വ്യക്തതയില്ല. ഈ കാര്യങ്ങൾ വ്യക്തതയോടുകൂടി വരുന്ന ഒരു പ്രസ്താവന അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരായിട്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഇറാൻ ഭരണകൂടം വരുമെന്ന് പറയപ്പെടുന്നു. ഏത് സമയം എങ്ങനെ ചെയ്യുമെന്നതിന് ഉപരി പറഞ്ഞത്, ഞങ്ങൾ ആക്രമിച്ച അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തകർക്കാൻ വേണ്ടി ശ്രമിച്ച ആ രാജ്യത്തെ വളരെ പെട്ടെന്ന് എന്നൊന്നും പറയാതെ ആ രാജ്യത്തിന് ഞങ്ങൾ വളരെ നല്ലൊരു പ്രൈസ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കണക്കാക്കിയിട്ടുണ്ട്, അതവരെ ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോവുക എന്ന് ചോദിച്ചാൽ, അമേരിക്കയെ ഒന്ന് മെനക്കെടുത്താൻ വേണ്ടി അല്ല പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു ഇറാൻ ഭരണം പറയാറില്ല. ഇനി ഇപ്പം ഈ സമയം വരെ അത്തരം അസ്വാരസ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്കതൊരു വെറുതെ പറച്ചിലായിട്ട് കൂട്ടി അങ്ങനെ ഒരു ആശ്വാസം കൊള്ളാം. അതായിരിക്കും നന്നാവുക എന്ന് കരുതുന്നു. എന്താണെങ്കിലും GCC രാജ്യത്തിലെ പ്രധാനപ്പെട്ട 3 രാജ്യങ്ങൾ ഇറാൻ്റെ നോട്ടപ്പുള്ളികളായി മാറിയിരിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തോടുകൂടി. കാത്തിരിക്കാം എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങളെന്ന്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വിഷ് ഓൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.